നമസ്കാരം. മെയ്ഡ് ഇൻ ചൈന ആയുധങ്ങളുമായി ഇന്ത്യക്ക് മുന്നിലേക്ക് ഇറങ്ങിയ പാകിസ്ഥാന് എന്തൊക്കെയോ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നുവെന്ന് തന്നെ പറയണം. പക്ഷെ അതിനൊന്നും അധികം ആയുസ് കൊടുക്കാതെയായിരുന്നു ഇന്ത്യയുടെ ഓരോ നീക്കങ്ങളും. ചൈനയുടെ ആയുധങ്ങളൊക്കെ തവിട് പൊടിയാക്കിയായിരുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണം നടന്നത്. ഇനിയും കളത്തിലിറക്കാൻ പാകിസ്ഥാന് ചൈനയുടെ ആയുധങ്ങളൊക്കെ തന്നെയാണ് കൈവശമുള്ളത്. ചൈന പാകിസ്ഥാന് നൽകുന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ് HQ-9. റഷ്യൻ S-300 പ്ലാറ്റ്ഫോമിന്റെ അതേ മാതൃകയിൽ നിർമ്മിച്ച ഇത് നൂതന റഡാർ ട്രാക്കിംഗും മാർഗനിർദ്ദേശ സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ദീർഘദൂര ഉപരിതല വായു മിസൈൽ സംവിധാനമാണ്. ചൈനയുടെ പ്രതിരോധ വ്യവസായത്തിന്റെ ഒരു പ്രധാന കയറ്റുമതിയായി ഇത് കണക്കാക്കപ്പെടും. കൂടാതെ പ്രധാന തന്ത്രപ്രധാന മേഖലകളിൽ പാകിസ്ഥാൻ ഇത് വിന്യസിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാന വേരിയന്റിൽ 120 കിലോമീറ്റർ ദൂര പരിധിയുണ്ട്. HQ-9Bയിൽ 300 കിലോമീറ്റർ വരെ ദൂര പരിധിയുണ്ട്. കൂടാതെ 50 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള വസ്തുക്കളെ ലക്ഷ്യമിടാനും സാധിക്കും. സിപ്രി ആയുധ കൈമാറ്റ ഡാറ്റാബേസ് അനുസരിച്ച് 2013നും 2015നും ഇടയിൽ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് 2 വ്യത്യസ്ത ഓർഡറുകളിലായി മൊത്തം $599 മില്യൺ ചിലവിൽ വേരിയന്റായ HQ-16ന്റെ 9 യൂണിറ്റുകൾ സ്വന്തമാക്കി. നിലവിലെ സംഘർഷത്തിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്കെതിരെ ചൈനീസ് നിർമ്മിത J-10C യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചതായി പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു. ചെങ്ഡു എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി ഗ്രൂപ്പാണ് ഈ സിംഗിൾ എഞ്ചിൻ മൾട്ടി റോൾ കോമ്പാക്ട് എയർക്രാഫ്റ്റ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത്. 2003 മുതലാണ് ഇത് ചൈനീസ് വ്യോമസേനയിൽ സേവനത്തിൽ പ്രവേശിച്ചത്. ചൈനയ്ക്ക് പുറത്ത് പാകിസ്ഥാൻ വ്യോമസേന മാത്രമാണ് J-10C യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. 2020 പാകിസ്ഥാൻ J-10Cയുടെ കയറ്റുമതി പതിപ്പായ 36 J-10Cകളും 250 PL-15E മിസൈലുകളും ഓർഡർ ചെയ്തതായി സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് പറയുന്നുണ്ട്. 6 വിമാനങ്ങളുടെ ആദ്യ ബാച്ച് 2022 വിതരണം ചെയ്തു. ഇന്ന് വരെ 20 J-10Cകൾ PAF-ൽ സേവനത്തിലുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ സൈന്യം ചൈനീസ് നിർമ്മിത SH-15 155mm മൗണ്ട് ഗൺ സിസ്റ്റം ഉപയോഗിച്ച് നിയന്ത്രണ രേഖയിൽ നിരന്തരം വെടിയുയർത്തിയിരുന്നു. അതിന് തക്കതായ മറുപടിയും പാകിസ്ഥാൻ ഇന്ത്യൻ സൈന്യത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. MGS എന്നത് ഒരു മൊബൈൽ ട്രക്ക് അധിഷ്ഠിത പ്ലാറ്റ്ഫോമിൽ ഘടിപ്പിച്ചിരിക്കുന്ന പീരങ്കി തോക്കുകളാണ്. ഇത് തോക്കിന്റെ ചലനശേഷി വർദ്ധിപ്പിക്കുകയും സിസ്റ്റത്തിന് ഷൂട്ട് ചെയ്യാനും സ്കൂട്ട് ചെയ്യാനും അനുവദിക്കുകയും ചെയ്യും. 2019 പാകിസ്ഥാൻ ഏറ്റെടുത്ത SH-15 പരമ്പരാഗത ഷെല്ലുകൾ ഉപയോഗിച്ച് 20 കിലോമീറ്ററും റോക്കറ്റ് സഹായത്തോടെയുള്ള പ്രൊജക്ടിലുകൾ ഉപയോഗിച്ച് 53 കിലോമീറ്റർ വരെയും പറക്കാൻ കഴിയും. മിനിറ്റിൽ 4 മുതൽ 6 വരെ റൗണ്ട് വെടിവെപ്പ് നിരക്ക് ഇതിനുണ്ട്. കവചിത ക്യാബിനോട് കൂടി ഒരു പുതിയ ഷാൻസി സൈനിക ട്രക്കിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ഹോവിറ്റ്സർ നിർമ്മിക്കുന്നത്. ചൈനയുടെ ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈന വികസിപ്പിച്ചെടുത്ത അടുത്ത തലമുറയിലെ ഇടത്തരം ഉയരത്തിലുള്ള ദീർഘദൂര പ്രതിരോധ ശേഷിയുള്ളതും ആക്രമണശേഷിയുള്ളതുമായ ഡ്രോണുകളാണ് വിങ് ലൂങ് സെക്കൻഡ്. ഇതിനാകെ 11 മീറ്റർ നീളവും 20.5 മീറ്റർ ചിറകുകളുടെ വിസ്താരവും 4.1 മീറ്റർ ഉയരവുമുണ്ട്. 2008 പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സുമായി ആദ്യമായി സേവനത്തിൽ ഉൾപ്പെടുത്തിയ വിങ് ലൂങ് UAVയുടെ നവീകരിച്ച വകഭേദമാണ് വിങ് ലൂങ് സെക്കൻഡ്. ചൈനയെ ഇത്രത്തോളം ആശ്രയിക്കുന്ന പാകിസ്ഥാന് പക്ഷെ ഇതൊന്നും കാര്യമായി നിലവിൽ പ്രയോജനപ്പെടില്ലെന്നതാണ് മറ്റൊരു സത്യം. പാകിസ്ഥാനെ സഹായിക്കുന്നത് വെള്ളത്തിൽ വരച്ച വര പോലെയാണെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ചൈന. എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും കാര്യമായി ഫലവത്താവുന്നില്ല. 1-9 പാകിസ്ഥാൻ ഓരോ അടിയും തിരിച്ചു കിട്ടുന്നത്.